ഹലോ ഗായ്സ്, പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് നമ്മളെ പാത്തൂനായിട്ടാണ് ഇറങ്ങി. അപ്പഴാ എനിക്ക് ആ സങ്കടമായ കാള് വരുന്നേ. അപ്പൊ തന്നെ ഞാൻ ആകെ ഡെസ്പായി. എന്താന്ന് അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും വൈകുന്നേരം ഇപ്പൊ ചെക്കന്മാര് വിളിക്കണ്ടേ. ഓർക്ക് ഞാൻ ഇല്ലായിട്ട് വൈബില്ല. അത്ര ചെക്കന്മാരൊരു പൂതിയല്ലേ. ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഈ തോണിയിൽ പോണം. അത് തോയാൻ വിളിച്ചണോലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇതേപോലത്തെ പങ്കായങ്ങൾ അതിൽ ആദ്യമായിട്ട് കാണേക്കാരം. ഏതായാലും സംഭവം നേക്കുണ്ട്. ഏതായാലും ഞങ്ങള് മുക്കി 1 കിലോമീറ്റർ കഴിഞ്ഞ് 32 പല്ലാഞ്ച് ചെറിയ ബെഡായും. അതാണ് ഞാൻ വൈകുന്നേരം നമ്മളെ വൈബ് ഇതൊക്കെയാണ്. ആദ്യം നമ്മളെ ചെക്കന്മാരെ കണ്ടപ്പോ ഷാമിൽ ഒന്ന് പേടിച്ചു. ഇനി മോളിന്ന് വാട്ടർ റോക്കറ്റ് പാസ്സാക്കിയാലോ അങ്ങനത്തെ വർത്താനായിട്ട് ചെക്കന്മാര് മോളിന്ന് പറയണേ. ഏതായാലും മരുവ് വാങ്ങിക്കൊടുക്കാനായപ്പോ ഞങ്ങൾ ഈ വണ്ടി തിരിച്ചു. പിന്നെ കണ്ണൊന്നും കാണൂലല്ലോ. ഇതൊക്കെയാണ് നമ്മളെ നാട്. രാത്രി ആയപ്പോ പിന്നെ ഇറങ്ങി ചെക്കന്മാരായിട്ടു. നിങ്ങളിപ്പോ കരുതുണ്ടോ എന്താ പൈസ ചങ്ങാരൊക്കെ കാട്ടിക്കൂട്ടല്ലേ. നേരത്തെ വന്ന് കാളിന്റെ സൈഡ് എഫക്ട് ആണ് ഇതൊക്കെ. ചെക്കന്മാരൊക്കെ ഓരോരുത്തർ കൂടി പിന്നെ അടുത്ത് പിന്നെ എന്തേക്കാരാ ഫുഡ് അല്ലേ. അങ്ങനെ നേരെ പോണ് വല്യറമ്പത്തേക്കാണ്. ഇവിടെ നല്ല അടിപൊളി ബ്രോസ്റ്റ് ഇട്ടെന്നാണ് ഇന്നെ കണ്ട് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ പറ്റിക്കല്ല ബെസ്റ്റ്. ഓർഡർ കൊടുത്ത് 2 മിനിറ്റ് ആയപ്പോ നമ്മുടെ സാധനം കിട്ടി. കിട്ടണ താമസില്ല. അപ്പൊ തന്നെ അറ്റാക്കിങ് തുടങ്ങി. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇവിടുത്തെ ഞണ്ടിന്റെ നഗേറ്റ്സ് അടിപൊളിയാണ്. അങ്ങനെ വീട്ടിൽ കുറച്ച് പാർസൽ വാങ്ങി നേരെ വിട്ടു നാട്ടിക്ക്. അപ്പൊ ഇന്നത്തേക്കുള്ള അപ്പൊ ഓക്കെ.